നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കർക്കിടക കൂറുകാരുടെ 2025 ജനുവരി മാസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കർക്കിടക കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിന്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ്. ഫലചിന്തനത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് 2025 ജനുവരി മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. ഇവരുടെ രണ്ടാം ഭാവാധിപനായ സൂര്യൻ ജനുവരി 13 തീയതി വരെ ആറാം ഭാവമായ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം ജനുവരി 14 മുതൽ സൂര്യൻ മകരം രാശിയിലേക്ക് വരുന്നു. 3ഉം 12ഉം ഭാവാധിപനായ ബുധൻ ജനുവരി 4 തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് വരുന്നു. അതിനുശേഷം ബുധൻ ജനുവരി 24 തീയതി ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും വരുന്നു. 4ഉം 11ഉം ഭാവാധിപനായ ശുക്രൻ ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ജനുവരി 28 തീയതി ഈ ശുക്രൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും വരുന്നു. 5ഉം 10ഉം ഭാവാധിപനായ ചൊവ്വ ഇപ്പോൾ ജന്മക്കൂറായ കർക്കിടകത്തിൽ തന്നെ സഞ്ചരിച്ച ശേഷം ജനുവരി 21 തീയതി മിഥുനത്തിലേക്കും വരുന്നു. 6ഉം 9ഉം ഭാവാധിപനായ വ്യാഴം 11ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 7ഉം 8ഉം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ തന്റെ മൂലക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു 9ലും കേതു 3ലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹനിലകൾ വച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ 2025 ജനുവരി മാസത്തിലെ ഫലങ്ങൾ വിലയിരുത്തി നോക്കാം. ഇവരുടെ 5ഉം 10ഉം ഭാവാധിപനായ ഗ്രഹം ജന്മലഗ്നത്തിൽ വക്രമായി സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇവരുടെ ചില കർമ്മബന്ധങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചില സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ തിക്കിത്തിരയുന്നുണ്ടായിരിക്കും. അത് മിക്കവാറും ദുഃഖകരമായ ഒരു അനുഭവമായിരിക്കാം. അത് ഒരുപക്ഷെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകളാകാം. അതല്ലെങ്കിൽ തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാകാം. അതുമല്ലെങ്കിൽ തന്റെ കർമ്മ മേഖലയെക്കുറിച്ചുള്ള ഓർമ്മകളുമാകാം. എന്തു തന്നെയായാലും ഇപ്പോൾ ഇവരുടെ മനസ്സിനെ കുത്തിനോവിക്കുന്ന ഒരു ഓർമ്മയുണ്ടായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. അത് ഒരുപക്ഷെ തനിക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമാകാം. ഈ ജനുവരി മാസം സാമ്പത്തികപരമായി ഇവർക്ക് നല്ല സമയം തന്നെയാണ്. ഇപ്പോൾ പോസ്റ്റ് പെയ്ഡ് രൂപത്തിലുള്ള ഒരു വരുമാനമായിരിക്കാം ഇവർക്ക് ലഭിക്കുന്നത്. അതായത് അഡ്വാൻസ് ആയിട്ട് പ്രതിഫലം വാങ്ങിയിട്ട് ചെയ്യുന്ന തൊഴിൽ. ഇനി അതല്ല എങ്കിൽ ഒരിക്കൽ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയ ഒരു ജോലി എന്തെങ്കിലും തകരാറ് കാരണം വീണ്ടും ചെയ്യേണ്ടിയും വരാം. ഇപ്പോൾ മനസ്സിന് ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട്. ഒരു കാര്യം ചെയ്യാനും ഒരു ആത്മവിശ്വാസമില്ലായ്മയും അനുഭവപ്പെടാം. ഇളയ സഹോദരങ്ങളുമായിട്ടും അയൽപ്പക്കത്തുള്ളവരുമായിട്ടും അടുത്ത സുഹൃത്തുക്കളോടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ചില തകരാറുകളും സംഭവിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസാരം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതുമൂലം കുടുംബത്തിനകത്ത് ചില ശത്രുതകളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാം. ഇപ്പോൾ ആരോഗ്യനില മെച്ചമായിരിക്കും. ചില സമ്മാനങ്ങൾ ഈ ജനുവരി മാസം ലഭിക്കുവാനിടയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധ വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ ഇവയിലേതെങ്കിലും ലഭിക്കുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമല്ല ഈ ജനുവരി മാസം 14 ശേഷം. ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളുമെല്ലാം ഉണ്ടാകാം. അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനുവരി പകുതിക്ക് ശേഷം യാത്രകളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് അപമാനകരമായ ചില അനുഭവങ്ങളും ഉണ്ടാകാം. പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ചില അഭിപ്രായ ഭിന്നതകളും ശത്രുതകളും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ പിതാവുമായിട്ടോ പിതൃതുല്യരായ ആൾക്കാരുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ജനുവരി 14 തീർപ്പാകാനുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള അനുകൂലമായ സമയമാണ്. നഷ്ടപരിഹാരങ്ങൾ എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അത് ലഭിക്കുകയും ചെയ്യും. ജനുവരി 14 ശേഷം സുഹൃത്തുക്കളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടും ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ ഇടവരും. എങ്കിലും ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത സമയമാണ്. ചെറിയ രീതിയിൽ പ്രശസ്തിയൊക്കെ ലഭിക്കുവാനും ഇടയുള്ള സമയവുമാണ്. നമ്മെ മുതലാക്കാൻ ലക്ഷ്യമിട്ട് അടുത്തു കൂടുന്നവരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമായിരിക്കാനാണ് സാധ്യത. എങ്കിലും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കരുതിയിരിക്കുക. കർക്കിടക കൂറുകാരുടെ 2025 ജനുവരി മാസത്തിലെ പൊതുഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.